വിഷുവൊക്കെ അല്ലേ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സൈനസ്, ക്രോണിക് സൈനസ് ഒക്കെ വന്നിട്ട് കുറച്ച് മൂക്കൊക്കെ വീർത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് നേരത്തെ മുതലുള്ളതാണ്. അപ്പം കുറച്ച് വീഡിയോസും ഇതൊക്കെ നോക്കാനായിട്ട് ഇത്തിരി പാടുണ്ട്, എഡിറ്റിങ് ചെയ്യാനൊക്കെ ഇത്തിരി പാടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഈ വിഷു അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊന്ന് ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിൽ ലോറിയൽ പാരീസിൻ്റെ റിവിറ്റാലിഫ്റ്റ് ക്രിസ്റ്റൽ മൈക്രോ എസൻസ് യൂസ് ചെയ്യുന്നത് ഒരു 2-3 ഡ്രോപ്സ് മതി. നമ്മൾ ഈവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡൈഗയുടെ ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ഒരു ഹൈഡ്രേഷൻ നമുക്ക് ലിപ്സിന് കിട്ടാതെ സഹായിക്കും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനി നിങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ഒരു പ്രൈമർ ഇടുന്നത് നമ്മൾ ഫൗണ്ടേഷന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൈമർ ഇതാണ്. അപ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ ലോറിയൽ പാരീസിൻ്റെ തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഒരു ഡ്രോപ്പ് എടുത്താൽ മതി, ഒരുപാടൊന്നും ആവശ്യമില്ല. അതിനുശേഷം ഈവനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും കഴുത്തിലും ചെവിയിലും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, കണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടില്ലേ, നല്ല ഫ്രഷ് ലുക്ക് ആയിട്ടില്ലേ. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത് ഐബ്രോസ് ഒന്ന് വരച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, മീൻസ് നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി കണ്ണെഴുതി കൊടുക്കാം. ഇത് ഹിമാലയയുടെ കാജലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാജൽ യൂസ് ചെയ്യാം. ഇനി ബ്ലൂ ഹെവൻ്റെ ഒരു ഐലൈനറാണ്, ഇത് കുഴപ്പമില്ല കേട്ടോ, ഈ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ലോറിയൽ പാരീസിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലിപ്സ്റ്റിക്കാണ്. പുറത്തൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ലിപ്സ്റ്റിക്ക് കൂടെ അപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ഇനി ലോറിയൽ പാരീസിൻ്റെ ലാഷ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അപ്ലൈ ചെയ്യട്ടെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഫേസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ല ഷെയ്ഡാണ്, ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് തന്നെ ലിപ്സ്റ്റിക്ക് തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പൊട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയ്ക്കാം. ഞാൻ ആദ്യം ഒരു ഗോൾഡ് കളർ വെച്ച് പക്ഷേ കാണുന്നുണ്ടായിരുന്നില്ല, ബ്ലാക്ക് വെച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കമ്മലും മാലയൊക്കെ, ഞാനിതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്, ഇത് കമ്മലൊക്കെ വാങ്ങിച്ച മീഷോ എന്നാണ്. അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അധികം റേറ്റൊന്നും ആയിട്ടില്ല കമ്മലും മാലയ്ക്കൊക്കെ, അതൊരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഇത് ചെറിയൊരു ജിംക്കയാണ്, ഒത്തിരി ഹെവി അല്ലാത്ത ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുള്ളാണ്. അതിനുശേഷം മാല നമുക്ക് ഇതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ഡ്രസ്സിന് ആപ്റ്റായ രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. സാരി വാങ്ങിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ നിന്നാണ്, അതും ഞാൻ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൽ ഞാനത് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഹാപ്പി വെഡ്സ് TV തന്നെയാണ്, പേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ സാരി പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ കയറി നോക്കാവുന്നതാണ്. പിന്നെ മാലയോ കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാംഗിൾസൊക്കെ ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇതാട്ടോ. എനിക്ക് ഒത്തിരി ബാംഗിൾസും അങ്ങനെയുള്ളതൊന്നും ഒരുപാട് ഓർണമെൻറ്റ്സിനോട് പൊതുവേ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ മാല ഞാൻ ഇട്ടിട്ട് ചോക്കർ പോലത്തെ ഒരു മാലയാണ്, ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞിരിഞ്ഞ് പോകുന്നുണ്ട്. എനിക്ക് പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഞാൻ ഗോൾഡ് ഓർണമെൻറ്റ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ബ്രേസ്ലെറ്റ് ഞാൻ മാറ്റുന്നില്ല, മാറ്റി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടാനായിട്ട് പാടില്ല. പിന്നെ വലത്തേയിൽ എപ്പോഴും ഞാനൊരു വാച്ചാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറേ വളകളൊക്കെ ഇട്ടോളൂ കേട്ടോ, അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് മുടി ബാക്കോട്ട് എടുത്തിട്ട് ഒരു മുല്ലപ്പൂ പോലെ വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂ ഒറിജിനൽ അല്ല, ഫേക്കാണ്. അപ്പോൾ ഇതാണ് ഫുൾ സാരി നല്ല ഭംഗിയുള്ള സാരിയാണ്. ഒരു ഗോൾഡൻ നല്ലൊരു ഷെയ്ഡാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ, ഡയറക്റ്റ് ഈ കാണുന്നതിനേക്കാളും ഇരട്ടി ഭംഗിയാണ് നേരിട്ട് കാണാൻ. അപ്പോൾ ഞാനിങ്ങനെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ വിഷുവിന്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ടേക്ക് കെയർ.